2018 ഫുൾ ഓപ്ഷൻ ഡീസൽ WRV. കാര്യങ്ങളൊക്കെ പുതിയത്, മിച്ചിലിൻ്റെ ടയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒരു ജനറൽ സർവീസ് ചെയ്യാം, അതെ, കൊണ്ടുപോവാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. അടുത്തത് ഇന്നോവയാണ്. ഇവിടെ എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് കേരള വണ്ടി തന്നെ, ഒറിജിനൽ കേരള. വീഡിയോയിലേക്ക് ഇതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ ഒരു അമ്മാവല്ലേ ഷിഹാബ് മൂപ്പറാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത് ഇവരുടെ അടുത്ത് അല്ലേ? അതെ, ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിഹാബ് നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബറാണ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ ഇന്നൊരു പുതിയ ഷോറൂം പരിചയപ്പെടുത്താണ്. നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു ഷോറൂമാണ്. മലപ്പുറം വണ്ടൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഷോറൂമിൻ്റെ പേര് കണ്ടോ, ട്വിൻസ് ഡ്രൈവ്. ഈ ട്വിൻസ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ ട്വിൻ സിലിണ്ടർ എഞ്ചിനൊന്നുമല്ല, 2 പേരാണ് ഇവിടുത്തെ സാരഥികൾ. 2 പേരെ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. സ്വാഗതം. ഇതാ 2 പേരെ കണ്ടോ, ട്വിൻസാണ് അല്ലേ? ഓക്കെ, എന്താ പേരെന്താ? നസീഹ് സഹോദരന്മാരാണ്, ട്വിൻസാണ്. എത്ര കാലം ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട്? ഇപ്പോൾ 9 മാസമായി, ഏകദേശം 9 മാസമായി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഈ ഫീൽഡിലുണ്ടോ അതോ? 6 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. 6 വർഷമായിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു. മലപ്പുറം വണ്ടൂർ ചെറുകോട് 28 സ്ഥലമാണ്. ചെറുകോട് 28 അല്ലേ? ഓക്കെ, ഇത് ശരിക്കും റൂട്ട് വരുന്നത് ഊട്ടി റോഡാണ്. ഊട്ടി റോഡ്, നിലമ്പൂർക്ക്. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് പാണ്ടിക്കാട് റോഡ്. ഓക്കെ, അപ്പോൾ മെയിൻ റോഡ് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. വേലപ്പാകം നമ്മൾ പുതിയൊരു ഷോറൂം പരിചയപ്പെടുത്താണ്. അപ്പോൾ ആ വേലപ്പാകം ഉണ്ടാവോ? അവൻ്റെ ഓഫർ ഉണ്ട്, മെയിനായിട്ട് ഓഫർ. ആ വണ്ടീൻ്റെ ക്വാളിറ്റി, ഈ 2 സാധനം ക്വാളിറ്റി ഉണ്ട്. കാരണം നമ്മളെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ടാവും. അതെ, നമ്മൾ ക്വാളിറ്റിയും ഓഫറും ഉണ്ട് മാക്സിമം കൊടുക്കേണ്ടത്. ഉറപ്പല്ലേ? വീഡിയോ കണ്ടിട്ടുള്ള കമന്റിന് മൊത്തം ഉത്തരവാദിത്തം ഏറ്റെടുത്തോ? ഓക്കെ അല്ലേ? മാക്സിമം ചെയ്ത് കൊടുക്കുമല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്, ബാക്കി ഇവരുടെ കയ്യിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അല്ലേ? വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മളൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ തുടങ്ങുകയാണ്. മെഴ്സിഡസ് ബെൻസിൻ്റെ ML 250 ആണ്. ഈ പ്രീമിയം കണ്ടി കണ്ടല്ല, പുറകിൽ ചെറുകാറുകളൊക്കെ ഉണ്ടല്ലേ? അതെ. ഓക്കെ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 മോഡൽ, 14 രജിസ്ട്രേഷൻ. രജിസ്ട്രേഷനാണ്. ML 250 ഫോർമാറ്റിക്. ഓക്കെ, ഫോർമാറ്റിക് ഡ്രൈവാണ്. ഡൽഹി വണ്ടിയാണ്. അതെ, ഇങ്ങോട്ടേക്ക് റിയായോ? നമ്പറാക്കിയോ? എവിടത്തേക്കാ? ഇത് KL10 മലപ്പുറത്തേക്ക് നമ്പറാക്കി കഴിഞ്ഞ വാഹനമാണ്. ഓക്കെ, 15 മോഡൽ 16 രജിസ്ട്രേഷൻ. 13 മോഡൽ 14 രജിസ്ട്രേഷൻ. 14 വരുന്ന വാഹനം. കമ്പനി സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് പോയത്? അതെ, സർവീസ് ഹിസ്റ്ററി ഉണ്ട്. എത്ര ഇപ്പോൾ ഓട്ടം? ഇതോ 95 പ്രോപ്പർ സർവീസ് ഉണ്ട്. ഓക്കെ, 95,000. ഓണർഷിപ്പ് ഇവിടെ സെക്കൻഡ് അവിടെ ഇവിടെയും കൂടി ഇവിടെ സെക്കൻഡായി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. ML 250. മെയിൻ്റനൻസ് കുറച്ച് കമ്മിയായിരിക്കും ഈ ഒരു സെഗ്മെന്റ് വെച്ച് നോക്കുമ്പോൾ അല്ലേ? 350 കുറച്ച് കുറവാണ് മെയിൻ്റനൻസ്. എയറോമാറ്റിക് സസ്പെൻഷൻ അങ്ങനെയൊന്നും വരില്ല അല്ലേ? അങ്ങനത്തെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സാധാരണ രീതി കൊണ്ടുനടക്കാൻ പറ്റിയൊരു SUV സെഗ്മെന്റ് ആണ് ബെൻസിന്റെ. 95,000 കിലോമീറ്റർ, 13 മോഡൽ, 14 രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ്. എത്ര കൊടുക്കരുത്? ഇത് 16 ലക്ഷം രൂപ കൊടുക്കാം. നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. 16,50,000. അത് ഫൈനലാണോ പ്രൈസ്? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോൺ കയറുമോ? നമ്പർ ആയ സ്ഥിതി ലോൺ കയറും. എത്ര വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്? അത് നമുക്കൊരു 10 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു കൊടുക്കാം. 10 അല്ല? ഓക്കെ, നോക്കാം. അടുത്ത വണ്ടിയിലോട്ട്. പ്രീമിയം മാറി നമ്മൾ നോർമൽ കാറ്റഗറിയിലെത്തി. ഹോണ്ടയുടെ WRV ആണ് വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 ഫുൾ ഓപ്ഷൻ വണ്ടി, സൺറൂഫ്, ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്ന വണ്ടി. VX ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ. പെട്രോളല്ലേ? ഇത് ഡീസലാ? ഓക്കെ, 2018 ഡീസൽ ഫുൾ ഓപ്ഷൻ WRV ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. ഓട്ടോ എത്ര പോയില്ല? ഇത് 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. 1 ലാഖിന്റെ മുകളിൽ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഒരു ക്ലെയിമും ഇല്ല, ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 0 ക്ലെയിം വാഹനം. ഡീസൽ മൈലേജ് കിങ് തന്നെയാണ്. 21, 22 ആ റേഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റത്തൊരു വാഹനമാണ്. പിന്നെ ഹോണ്ടയുടെ മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി കുറവാണ്. വേറെ അങ്ങനത്തെ പണിയും കാര്യങ്ങളൊന്നും വരുമല്ലോ അല്ലേ? കാര്യമായിട്ട് കറക്റ്റ് കൊണ്ടുവന്നാൽ മതി. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 7 ലക്ഷം. 2018 ഫുൾ ഓപ്ഷൻ ഡീസൽ WRV നിങ്ങൾ കൊണ്ടുപോകും. മാർക്കറ്റിൽ ചോദിക്കുന്ന വാഹനമാണ്. പ്രൈസ് ഏറ്റവും ടോപ്പ് ഡീസലാണ്. അതാണ്. ഓക്കെ, നല്ല മൈലേജിൽ ലോ മെയിൻ്റനൻസിൽ കൊണ്ടുനടക്കാൻ പറ്റിയൊരു വാഹനം. ഇതിന് ലോൺ എത്ര കിട്ടും? ഇത് നമുക്കൊരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ 7 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ട്രാക്ക് കോഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. വണ്ടീൻ്റെ കാര്യമാണ് പറഞ്ഞത്, ബാക്കി നിങ്ങളുടെ ട്രാക്ക് കോഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. വിറ്റാര ബ്രസ
എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2018 മോഡൽ ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ. 18 ഓട്ടോമാറ്റിക് അല്ല? 18 ഓട്ടോമാറ്റിക്. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ല? ഇല്ല, ഇത് ഡീസൽ. ഡീസൽ തന്നെ. ഓക്കെ, ZDI+ ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. KL 57 കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 2018 ഓട്ടം ഇത് 1,29,000. 1,20,000 സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനം. എത്ര ഓണർഷിപ്പ് ഇപ്പോൾ? സെക്കൻഡ് ഓണർ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലാത്ത വാഹനമാണ്. 2018 ZDI+ ഓട്ടോമാറ്റിക്. MT അല്ലേ വരുന്ന ഗിയർ ബോക്സ്? അതെ, MT ഗിയർ ബോക്സ് ആണ്. മൈലേജ് ഉണ്ടോ? എങ്ങനെ പോയാലും ഒരു 19-20 ഓക്കെ മൈലേജ്, ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? MT ഗിയർ ബോക്സ് ആണ്, വലിയ കുറവില്ല. ഇതിപ്പോൾ എത്ര ചോദിക്കുന്നത്? 8.5 ലക്ഷം രൂപ. 8,50,000. 2018 ZDI+ ബ്രസ ഓട്ടോമാറ്റിക്. ഓക്കെ, 8.5 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഫുൾ ഓൺ കയറും? ഫുൾ ഓൺ കയറില്ല, ചെറിയൊരു 50,000 റുപ്യ ഡൗൺ പേയ്മെൻറ്റ് എന്ന് നമുക്ക് വാഹനം ഇറക്കി കൊടുക്കാം. 50,000 കണ്ടിറക്കാം. ഓക്കെ, ബാക്കി മാക്സിമം എന്തായാലും ലോൺ സൗകര്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ മെയിൻ്റനൻസ് ആയിട്ട് പേടിക്കണ്ട. രണ്ട് അങ്ങനത്തെ ബ്രാൻഡാണ് അത് രണ്ടും അല്ലേ? ഓക്കെ, അടുത്തത് ഒരു SUV സെഗ്മെന്റ് തന്നെ ടാറ്റ ഹാരിയർ, ഒരു വെറൈറ്റി കളർ ഡ്യുവൽ ടോൺ ആണ് അല്ലേ? KL 11 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 മോഡൽ, ഫുൾ ഓപ്ഷൻ. 19 ടോപ്പിൻ്റെ വാഹനമാണ്. ഇതും ഫുൾ ഓപ്ഷൻ ആണ്. XL+ അല്ല? XL+ ഓട്ടോമാറ്റിക്കോ മാനുവലോ? ഇത് മാനുവലാണ്. മാനുവൽ വാഹനമാണ്. ഓക്കെ, ഡീസൽ 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. 73,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ, ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല, ഒരു ക്ലെയിമും കാര്യങ്ങളും. 4 ടയർ കാര്യങ്ങളൊക്കെ പുതിയത്, മിച്ചിലിന്റെ ടയർ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പാർട്ടിക്കൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ, ജസ്റ്റ് ഒരു ജനറൽ സർവീസ് ചെയ്യാം, കൊണ്ടുപോവാം. അങ്ങനത്തെ ഒരു വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സേഫ്റ്റി അറിയാലോ, 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. എയർ ബാഗ് ഒക്കെ 6-8 എയർ ബാഗ് ആയിട്ട് വരുന്നത്. സേഫ്റ്റിനെ പറ്റി പിന്നെ ഒന്നും പറയാനില്ല, അത്രയും സേഫ്റ്റി വരുന്നൊരു SUV സെഗ്മെന്റ് വാഹനം. 76,000 കിലോമീറ്റർ, 2019 മോഡൽ. ഓക്കെ, എത്ര കൊടുക്കുക ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 11.5 ലക്ഷം രൂപ ചോദിക്കുന്നത്, ഒരു 11.4 നമുക്ക് കൊടുക്കാം. 11,25,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ് ആക്കിയിട്ടില്ല. 2019 XL+ ഏറ്റവും ടോപ്പ് എൻഡ്, 76,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്, മാനുവൽ വാഹനം. ഓക്കെ, ലോണ് എത്ര കയറും? ലോണ് നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 10 ലക്ഷം വരെ കിട്ടും അല്ലേ? വേറെ ക്ലെയിമൊന്നും ഇല്ലല്ലോ? വേറെ ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു വെറൈറ്റി കളറുമാണ്. ആർക്കും താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിക്കാം. അതെ, ഒരു ഐഡന്റിറ്റി ഉള്ള കളറാണ്. അതെ, ഡ്യുവൽ ടോണാണ്. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഒരു ബ്രസ തന്നെയാണ്. ഒരു എന്താ ഡ്യുവൽ ടോൺ തന്നെ അല്ലേ? ഓക്കെ, ബ്ലൂ വൈറ്റ്. ഓക്കെ, എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2017 ഫുൾ ഓപ്ഷൻ, സെക്കൻഡ് ഓണർ, 1.4 ഓട്ടം, ഡീസലോ പെട്രോൾ സർവീസ്? ഡീസൽ. ഓക്കെ, ZDI+ 2017 ഏറ്റവും ടോപ്പിൻ്റെ വാഹനം, ഫുൾ കമ്പനി സർവീസ്. ഓട്ടം എത്ര? ഓട്ടം 1.4, ഫുൾ കമ്പനി സർവീസ്. 1,25,000. സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ. ഓക്കെ, നല്ല ടയേഴ്സ് ഒക്കെ ഉണ്ട് വണ്ടിയിൽ. എന്തായാലും വേറെ ക്ലെയിം ഒന്നുമില്ല? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് മാനുവൽ അല്ലേ? മാനുവൽ വാഹനമാണ്. നേരത്തെ പറഞ്ഞത് ഓട്ടോമാറ്റിക് ആയിരുന്നു. മൈലേജ് ഏകദേശം കിട്ടും, അതേപോലെ തന്നെ 20-21 ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമും ഇല്ല. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം, 1.4 ഓട്ടം. എത്ര നമ്മളിപ്പോൾ ചോദിക്കുന്നത്? ഇത് മാർക്കറ്റിൽ 7.3 ചോദിച്ചിട്ട് വിൽക്കുന്ന വാഹനം. 2017 ZDI+ ആണ്. ഓക്കെ, നമുക്ക് ലാസ്റ്റ് 7 ലക്ഷം രൂപ കൊടുക്കാം, ബാർഗനിങ് ഇല്ല. ഓക്കെ, ഫൈനൽ പ്രൈസ് ആണ്, ബാർഗനിങ് ഇല്ല. 7 ലക്ഷത്തിന് 2017 ZDI+ മാനുവൽ ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോവാം. 1.4 ഓടിയ വാഹനം. ഫുൾ ഓൺ കയറും? ഫുൾ ഓൺ കയറും, വണ്ടി ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, മാർക്കറ്റ് വാല്യൂ കൂടുതലുണ്ടോ? ഓക്കെ, അടുത്ത വണ്ടി വീഡിയോയിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുന്നേ ഇവരുടെ ഒരു അമ്മാവല്ലേ ഷിഹാബ് ക, മൂപ്പറാണ് നമ്മളെ റെക്കമെൻഡ് ചെയ്തത് ഇവരുടെ അടുത്ത് അല്ലേ? അതെ, ബ്രദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷിഹാബ് ക നമ്മളെ സ്ഥിരം സബ്സ്ക്രൈബറാണ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2019 സെക്കൻഡ് ഓണർ, VDI ഓട്ടോമാറ്റിക്. VDI മിഡിൽ ഓപ്ഷൻ ഡീസലാണ്. 2019 അലോയില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ബാക്ക് ക്യാമറ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ZDIയിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം ഇല്ല അല്ലേ? ഹെഡ്ലൈറ്റ് മാറിയിട്ടില്ല, അത്രേ ഉള്ളൂ. ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ള ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 95 ഓടിയിട്ടുള്ളൂ, സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, 19 അല്ലേ പറഞ്ഞ മോഡൽ? 19 ഓട്ടോമാറ്റിക്, 95 ഓടി, ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? അതെ. എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇതിന് ശരിക്കും? ഇതിന് ഒരു 20, ഒരു 18 എന്തായാലും കിട്ടും. 18-20 അതിന് വില കിട്ടൂല. അതിന്റെ മോൾക്ക് ചിലപ്പോൾ പോകും, അത് ഭാഗ്യമാണ്. ഓക്കെ, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, ഓരോരുത്തർ ഓടിക്കുന്ന പോലെ ഇരിക്കും. ഓക്കെ, MT ഗിയർ ബോക്സ് ആണ് കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻസിൽ രേഖപ്പെടുത്തിക്കോ എത്ര മൈലേജ് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് നമുക്ക് എത്ര കൊടുക്കാം? VDI ഇത് നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം.
6 ലക്ഷം 2019 95,000 കിലോമീറ്റർ ഓടിയ VDI 6 ലക്ഷത്തി വെറും 6 ലക്ഷം. സോറി 6 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു വാഹനം. ലോണ് എത്ര കയറാൻ ചാൻസ് ഉണ്ട്? 5.5 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. 5 ലക്ഷം 50,000 രൂപ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും അല്ലേ? പ്രൈസ് നമ്മൾ ചില വണ്ടിക്ക് നമ്മൾ ഫൈനൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ നടക്കട്ടെ, പോട്ടെ. ഓക്കെ അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം Volkswagen പോളോ ആണ്. ഇതും ഒരു ഡീസൽ വണ്ടിയാണ് അല്ലേ? പെട്രോൾ ഒന്നും ഇല്ലേ? ഡീസലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് അല്ലേ? മലപ്പുറം ഭാഗത്ത് പൊതുവേ ഡീസൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. എവിടെ ചെയ്താലും ഡീസലിനാണ് ഒരു മാർക്കറ്റ്. അതെ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2012 മോഡൽ, സെക്കൻഡ് ഓണർ, 3 സിലിണ്ടറാണ്. ഓക്കെ, മെയിൻ്റെനൻസ് കുറവുള്ള വാഹനമാണ്. ഓക്കെ, 2012 ഡീസലാണ്. ഏത് ഓപ്ഷൻ വരുന്നത്? ഇത് കംഫർട്ട് ലൈൻ മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, എത്ര ഓട്ടം പോയി ഇത്? ഇത് 1.4. 1,25,000 പ്രോപ്പർ സർവീസാ? അത് സർവീസ് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, പുറത്തുനിന്ന് ഏകദേശം. ഓക്കെ, ഫ്രണ്ടിൽ നല്ല ടയേഴ്സ് ഉണ്ട്, പുറകിൽ ഒരു 60% ഒക്കെ ടയേഴ്സ് ഉണ്ട്. ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് നിൽക്കുകയാണോ അതോ എടുക്കുന്ന പാർട്ടി ചെയ്യണോ? ഇത് ചെറിയൊരു സർവീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്തു കൊടുക്കണം. ഓക്കെ, നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നതിന് മുന്നേ സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ സർവീസ് ആവാനായ വണ്ടികളാണ് ചെയ്ത് കൊടുക്കുക അല്ലേ? എങ്ങനെ? സർവീസ് അടുത്ത് നിൽക്കുന്ന വണ്ടികളാണെങ്കിൽ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ 2012 കംഫർട്ട് ലൈൻ ഡീസൽ പോളോ ആണ്. നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ്, ഡ്രൈവിംഗ് സ്റ്റെബിലിറ്റി അങ്ങനത്തെ എല്ലാം അടങ്ങിയ പെർഫോമൻസ് എല്ലാം ഉള്ളൊരു കാറാണ്. അതെ അതെ. അല്ലേ? ഇത് എത്ര കൊടുക്കാം? 2.5 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്, ഒരു 2.40 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 2,40,000 ഫൈനൽ റേറ്റ് ആണ്. 2012 ഡീസൽ പോളോ കംഫർട്ട് ലൈൻ ഓപ്ഷൻ ഉള്ള വാഹനം. ലോൺ ഒരു 1.25-2 രൂപ കിട്ടും. അതെ അതെ, ലോണും കിട്ടും. ഓക്കെ, വീണ്ടും നമ്മൾ SUV-ലേക്ക് എത്തിയിരിക്കുകയാണ്. ടൊയോട്ട ഫോർച്യൂണർ KL 71 നിലമ്പൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. നമ്പർ ആക്കിയതാ? അതെ, റീരജിസ്ട്രേഷൻ അങ്ങോട്ടായതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡീറ്റെയിൽ എങ്ങനെയാണ്? ഇത് 2013 2 വീൽ ഓട്ടോമാറ്റിക്. 13 2 വീൽ ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓക്കെ, നമ്പറായി കഴിഞ്ഞു. എത്ര ഓട്ടം കാണിക്കുന്നത്? 1.90 ഫുള്ള് കമ്പനി സർവീസ്. 1.90 ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? അതെ അതെ. ഇവിടെ ഇപ്പോൾ എത്ര ഓണറായി? ഇത് സെക്കൻഡ് ഓണർ. അവിടെ ഒന്ന് ഇവിടെ ഒന്ന് അങ്ങനെയാ? ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 2013 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. 1.90 ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും ക്ലെയിം റീപ്ലേസ്മെന്റ്? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ആണ്, തട്ടിയിട്ട് മാറിയതല്ല, അത് അവിടുന്ന് തന്നെ ക്രാക്കാപ്പ് മാറിയതാണ്. ഓക്കെ, മെയിൻ ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്, വേറൊന്നുമില്ല. എത്രയാണ് നമ്മളിപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. 13.5 ലക്ഷം രൂപ ചോദിച്ചിട്ട് വിൽക്കുന്ന വണ്ടിയാണ്. ലാസ്റ്റ് 12.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 12,50,000 രൂപയ്ക്ക് 2013 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ കേരള നമ്പർ ആയിക്കഴിഞ്ഞ വാഹനം. നിങ്ങൾ ഇനി ഒരു ടാക്സോ ഒന്നും അടക്കാനില്ല. അതെ, 12.5 ലക്ഷം. പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, എടുത്ത് കൊടുക്കുകയും ചെയ്യാം. അടുത്ത വണ്ടിയിലോട്ടോ. ഡീസൽ മാത്രമല്ല പെട്രോളും ഉണ്ട്. അതെ, പെട്രോൾ കുറേ ഉണ്ട് അല്ലേ? ഒരുപാടുണ്ട്. അതും കൂടി കാണിച്ചു തരാം, ഒരു സങ്കടം വേണ്ട അല്ലേ? അതെ അതെ. സ്വിഫ്റ്റ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 VXI മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടി, മാനുവൽ. 2020 വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ. എത്ര ഓട്ടം പോയി ഇപ്പോൾ? ഇത് 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ്. VXI ഈ ഹെഡ്ലൈറ്റ് വരുന്നുണ്ടോ? അല്ല, ഇത് 2023 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എക്സ്ട്രാ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഓക്കെ, ഹെഡ്ലൈറ്റ്, ഡയമണ്ട് ഗ്രില്ല് എല്ലാം 23 കൺവേർട്ട് ചെയ്തതാണ്. അതെ, അടിയൊന്നും വന്നിട്ട് കൺവേർട്ട് ചെയ്തത് അല്ല. കസ്റ്റമറിന്റെ ഒരു പ്രത്യേക താല്പര്യത്തിൽ കൺവേർട്ട് ചെയ്തതാണ്. ഓക്കെ, ഓട്ടം എത്ര? 1 ലാക്ക്. 1 ലക്ഷത്തിന്റെ മുകളിൽ ഓടിയിട്ടുണ്ട്, ഫുള്ള് കമ്പനി സർവീസ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പെട്രോളിൽ? ഇത് ഒരു 18 മൈലേജ് എന്തായാലും കിട്ടും. ഓക്കെ, ഒരു 16 to 18. അതെ, പ്രതീക്ഷിക്കാം. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത് നമ്മൾ? 5.5 ലക്ഷം രൂപ. 2020 അല്ലേ? അതെ, 2020 VXI 5,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓണർഷിപ്പ് എത്രയാ? ഫസ്റ്റ് ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. ലോണ് ഒരു 4.5 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 5.5 ലക്ഷം രൂപ ഫുൾ ലോൺ കിട്ടും. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്, സ്വിഫ്റ്റ് ആണ്. 6 ലക്ഷത്തിന്റെ മുകളിൽ മാർക്കറ്റുള്ള വണ്ടിയാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ടോ. അടുത്ത വാഹനം വാഗണർ സ്റ്റിംഗ്രേ ആണ്. നല്ല അടിപൊളി അലോയ്സ്. സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്ക് എടുത്ത് പിടിക്കുന്നുണ്ട് അല്ലേ വണ്ടി? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2013 മോഡൽ. ഓക്കെ, 13 സ്റ്റിംഗർ അല്ലേ? ഏത് ഓപ്ഷൻ? VXI പെട്രോളിലെ വണ്ടിയുള്ളൂ, വാഗണർ എല്ലാം. ഓക്കെ, മാനുവൽ വാഹനം അല്ലേ? മാനുവൽ. ഓക്കെ,
കിലോമീറ്റർ എത്രയാ? 70,000 കിലോമീറ്റർ, ഫുള്ള് കമ്പനി സർവീസ്, ഫുൾ സെക്കൻഡ് ഓണർഷിപ്പ്, 2013, 70,000 കിലോമീറ്റർ ഓടിയ സ്റ്റിംഗ്രേ ആണ്. അലോയില് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അലോയ്സ് അതേ ഞാൻ പറയാം, സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ നല്ല അടിപൊളി അലോയ്സ് ആണ്. അതെ അതെ അതെ, സീറ്റ് കവറും എല്ലാം കൊണ്ടും നീറ്റ് വണ്ടിയാണ് അല്ലേ? നീറ്റ് വണ്ടിയാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? അല്ല, ക്ലെയിം കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, മൊത്തത്തിലൊന്ന് ചെളിയായിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മഴ ചാറിയുന്നല്ലേ? മഴ ചാറി റോഡ് സൈഡിൽ തന്നെയാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെളിയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എല്ലാം നീറ്റ് പോളിഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷത്തിന്. ഓക്കെ, 2013 സ്റ്റിംഗ്രേ. ഓക്കെ, പ്രൈസ് ഫൈനലാണോ അതോ? അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ നമുക്ക് 2.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ഡൗൺ പേയ്മെന്റ് ക്യാഷ് ഇട്ട് തന്നാൽ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. നല്ല മൈലേജ് ഉള്ളൊരു സെഡാൻ കാറ്റഗറി വേണ്ടേ? അതെ, ടൊയോട്ടയുടെ എറ്റിയോസ് ഉണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2012 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള 2012 മോഡലാണ്. ഓട്ടോ എത്ര പോയി? 1.4. 1,25,000. ഏതാ ഓപ്ഷൻ വരുന്നതിൽ? ഇത് ജി ഡി ആണ്. പക്ഷേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്താണല്ലേ? ഓക്കെ, ജി ഡി. ബാക്കി AC പോസ്റ്ററി, ഫോർഡോർ പവറിൻ്റെ സെൻട്രൽ ലോക്ക്, അത്രയും ഫീച്ചേഴ്സ് വരും. ഒറിജിനൽ കേരള വണ്ടിയാണ്. 1.4 ഓടിയിട്ടുള്ളൂ. 20 മുകളിൽ മൈലേജ് അല്ലേ? എന്തായാലും കിട്ടും. അതെ അതെ, കിട്ടും. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ ഫെൻഡർ പറയുന്നതല്ല, അത് അങ്ങനെ റീപ്ലേസ് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, എന്തായാലും എത്ര കൊടുക്കുക? ഇത് 3.80 മാർക്കറ്റിൽ വിലയുള്ള വാഹനമാണ്. ലാസ്റ്റ് 3 ലക്ഷം രൂപ കൊടുക്കാം. ഫൈനൽ റേറ്റ് 3 ലക്ഷം. നെഗോസിയേഷൻ ഇല്ല, ഒന്നുമില്ല. 3 ലക്ഷത്തിന് 2013 GD ഡീസൽ എറ്റിയോസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടി, ഫ്രീയൊന്നുമല്ല. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇത് നമുക്കൊരു 2.5 ലക്ഷം രൂപ ലോൺ ആയിട്ട് കൊടുക്കാം, ചെയ്യാൻ പറ്റും. അതെ. ഓക്കെ, അടുത്തത് ഇന്നോവയാണ്. ഇവിടെ എല്ലാ സെഗ്മെന്റും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് കേരള വണ്ടി തന്നെ, ഒറിജിനൽ കേരള. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2009 മോഡൽ. ഓക്കെ, ഒറിജിനൽ കേരള. ക്രിസ്റ്റൻ്റെ അലോവിയിൽ സീറ്റ് കവർ പുതിയത് ഒക്കെ ചെയ്ത വാഹനം. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് G4 ആണ്. പക്ഷേ അലോയ്സ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ക്രിസ്റ്റന്റെ. ഓക്കെ, ടൈപ്പ് 4ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുതിയ പേപ്പറാണ്. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി വാഹനം. അപ്പോൾ ഇപ്പോൾ പുതിയ പേപ്പർ 5 വർഷത്തേക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 4.90 കൊടുക്കാം. 4,90,000 രൂപയ്ക്ക് 2009, ഇനി 5 വർഷം പുതിയ പേപ്പറുള്ള ഒറിജിനൽ കേരള G4 ഇന്നോവ, ക്രിസ്റ്റയുടെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്ത അടിപൊളി വാഹനമാണ്. ഓക്കെ, ലോണ് ചാൻസ് ഉണ്ടാവില്ല അല്ലേ? ചാൻസ് നമുക്ക് ശ്രമിക്കാം, പക്ഷേ നമ്മൾ ഉറപ്പ് പറയുന്നില്ല, നോക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഒരു അടിപൊളി സെഡാൻ കാറ്റഗറിയാണ് ഹോണ്ടയുടെ സിറ്റി. അതും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഷേപ്പാണ്. കൂടുതൽ ആളുകൾക്കും ഈ ഒരു ഷേപ്പ് ഇഷ്ടമാണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള ആണ്. ഒറിജിനൽ കേരള. ഓക്കെ, ഏതാ മോഡല്? 2014 മോഡൽ, തേർഡ് ഓണർഷിപ്പ് വണ്ടി അല്ലേ? ഓക്കെ, 2014 മോഡല്. കിലോമീറ്റർ 1.5 ഫുള്ള് ജെന്യുവിൻ കിലോമീറ്റർ. 1.5 ലക്ഷം. ഡീസൽ? ഡീസൽ. ഏത് ഓപ്ഷൻ വരുന്നതിൽ? ഓപ്ഷന് മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ 4 ടയർ പുതിയതുണ്ട്, അലോ വീൽസ്, സീറ്റ് കവർ, ടച്ച് സ്ക്രീൻ, മൈക്ക്, എക്സ്ട്രാ എല്ലാം ഫുള്ള് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വണ്ടി. ഒന്നും ഇതിമേ ചെയ്യാല. ഡ്യുവൽ ടോൺ ആക്കിയിട്ടുണ്ട്. അതെ. ഓക്കെ, ഒന്നും ചെയ്യാനില്ല. അവര് കസ്റ്റമറെ താല്പര്യ പ്രകാരം എല്ലാം ചെയ്ത വാഹനം. അതെ. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവുക? നല്ല മൈലേജ് ഉണ്ട്. 20 ആ ഒരു റേഞ്ച്, 20 അല്ല 22, 4, 6 ഒക്കെ പ്ലസ് മൈലേജ് ഉണ്ട്. നല്ല മൈലേജുള്ള വാഹനമാണ്. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ലാസ്റ്റ് ഒരു 5 ലക്ഷം രൂപ. എന്താ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് ലാസ്റ്റ് 4.25 കൊടുക്കാം. 4,75,000 രൂപയ്ക്ക് 2014 മിഡിൽ ഓപ്ഷൻ ഡീസൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയ ഹോണ്ട സിറ്റി. ഇത്രയും അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്ത വാഹനമാണ്. 4 പുതിയ ടയർസും ഒന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ലോൺ എത്ര കയറും? ലോൺ നമുക്കൊരു 3.25 ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 1 lakh കണ്ടാ ഇറക്കണം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനമാണ്. അതൊരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ജീപ്പ് കോമ്പസ് ആണ്. റെഡ് കളർ അല്ലേ? ഡ്യുവൽ ടോൺ ആണ്. അതെ. എങ്ങനെ ഡീറ്റെയിൽ? 2018 സെക്കൻഡ് ഓണർ, 58,000 കിലോമീറ്റർ. 18 സെക്കൻഡ് ഓണർ. ഏത് ഓപ്ഷൻ ഇത്? ഇത് ലിമിറ്റഡ്, മിഡിൽ ഓപ്ഷൻ വാഹനമാണ്. ലിമിറ്റഡ്. ഓക്കെ, 2 മാനുവൽ ഡീസൽ അല്ല, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. ഒരു 14-15 ഒക്കെ മൈലേജ് കിട്ടും. ഇത് ലോങ് കിട്ടുമല്ലോ ഏകദേശം? എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനം. 2018 മോഡൽ ലിമിറ്റഡ്. ഓക്കെ, ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 12,400 ലാസ്റ്റ് കൊടുക്കാം.
12,25,000 രൂപയ്ക്ക് 2018 ലിമിറ്റഡ് ഓപ്ഷൻ ജീപ്പ് കോമ്പസ് ഡ്യുവൽ ടോൺ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു ക്ലെയിം ഒന്നുമില്ലല്ലോ, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, ഒന്നുമില്ലാത്ത വാഹനമാണ്. ലോൺ എത്ര കയറുമില്ലേ? നമുക്കൊരു 10 ലക്ഷം രൂപ ലോൺ കയറ്റി കൊടുക്കാം. 10 lakhs വരെ ലോൺ സൗകര്യം ലഭിക്കുന്ന വാഹനമാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വണ്ടികളുണ്ട് കേട്ടോ, പെട്രോൾ വണ്ടികൾ ഇനിയും ഉണ്ട്, മൈക്ര ഉണ്ട്, അതേപോലെ റെഡ്സ് ഉണ്ട് അല്ലേ, ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഇത് കാണിക്കാത്തതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. ട്വിൻസ് ഡ്രൈവിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കും. വണ്ടൂര്, മലപ്പുറം വണ്ടൂര്, ചെറുകോട് 28, ഊട്ടി റോഡ്, ചെറുകോട് 28, ചെറുകോട് 28 ലൊക്കേഷൻ. ഓക്കെ, കോൺടാക്ട് ഡീറ്റെയിൽ മറന്നു വേണ്ട, ഇവിടെ ഉണ്ട് വീഡിയോ റൈറ്റ് ഓഫ് മെയിൻ റോഡിൽ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ചോളൂ. ഒരുപാട് വണ്ടികൾ ഇനിയും ഉണ്ട് നമ്മൾ കാണിക്കാത്ത തന്നെ. അപ്പോൾ പെട്രോളും എല്ലാം തന്നെ ലഭിക്കുന്ന ഷോറൂമാണ്. നിങ്ങൾ ഏതിൽ വന്നാലും മടങ്ങി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ഷോറൂമാണ്. പിന്നെ എന്ത് തന്നെയായാലും നിങ്ങൾ വരുമ്പോൾ വിളിച്ചിട്ട് വരിക, ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക ഇങ്ങോട്ടേക്ക്. കാരണം ലോങ് എന്നൊക്കെ വന്നിട്ട് പിന്നെ കിട്ടാണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വിളിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക ഇങ്ങോട്ടേക്ക്. പിന്നെ ഇവരുടെ ഇൻസ്റ്റയുടെ പേജ് നമ്മൾ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൂടെ നോക്കി കൺഫേം ചെയ്തിട്ട് വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം വരാം. അപ്പോൾ എന്തായാലും തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കമൻസുകൾ എന്ത് തന്നെയാലും രേഖപ്പെടുത്തുക അല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ബ്രോ, ബൈ.